റോണി കെ ബേബി ഉണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം. ശ്രീ റോണി കെ ബേബി, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയാണ് ബജറ്റിനെ ഒറ്റനോട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക? ഇത്തരത്തിലുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കാതെയുള്ള എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ബജറ്റാണ്. ഒപ്പം തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് കൂടുതൽ പദ്ധതികൾ. സർവ്വ മേഖലകളിലും സ്വകാര്യ പങ്കാളിത്തം ഏർപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോകുന്ന അതൊരു തരത്തിലുള്ള നയമാറ്റമാണ് എന്ന നിലയ്ക്കുള്ള വിലയിരുത്തലൊക്കെ വരുന്നുണ്ട്. ഇവിടെ ധനകാര്യമന്ത്രി ഇന്ന് ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതിന് മുൻപേ കുറച്ച് പ്രതീക്ഷകളൊക്കെ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. 2 മാസത്തിനകം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോവുകയാണ്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇന്ന് ഈ 2-3 മണിക്കൂർ അദ്ദേഹത്തിന്റെ ബജറ്റ് അവതരണമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ആ പ്രഖ്യാപനങ്ങളൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ വളരെ നിരാശാജനകമായ ബജറ്റാണ് എന്ന് ഇത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ 2-3 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. മന്ത്രി ആദ്യം പറയുന്നു, കഴിഞ്ഞ 3 വർഷം കൊണ്ട് കേരളത്തിന്റെ നികുതി വരുമാനം ഇരട്ടിയായിരിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. പക്ഷെ ഈ നികുതി വരുമാനം ഇരട്ടിയായിട്ടും കേരളം എന്തുകൊണ്ടാണ് വീണ്ടും ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്നത്? അതിന് കാരണം ഞാൻ പറയാം. ഈ നികുതി വരുമാനം ഇരട്ടിയാകുമ്പോഴും അത് വന്നിരിക്കുന്ന മേഖലകൾ നോക്കുക. മദ്യം 25 മുതൽ 30% വരെ, ഇന്ധനം 20 മുതൽ 25% വരെ, ഭൂനികുതി 10 മുതൽ 12% വരെ. അതായത് ₹1 സർക്കാരിന് വരുമാനം ഉണ്ടെങ്കിൽ അതിനകത്ത് 70 പൈസയും, അതായത് 70% നികുതിയും എന്ന് പറയുന്നത് ഈ 3 മേഖലകളിലാണ്. ഇവിടെ പറയുകയുണ്ടായി, പൊതുജനത്തിന് മേൽ പുതിയ ബാധ്യതകളൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇത് തന്നെ ഇപ്പോൾ വലിയ ബാധ്യതയല്ലേ? ആ ബാധ്യതയുടെ ഭാരം ഇന്നും ജനം ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ ബജറ്റിലെ ഇന്ധന നികുതി ₹2 സെസ് അഡീഷണൽ ആയിട്ട് കൂട്ടി. നമ്മളൊന്നും വലിയ വിമർശനം അതിനകത്ത് ഉന്നയിച്ചില്ല, കോൺഗ്രസോ പ്രതിപക്ഷമോ ഒന്നും. കാരണം അതിനകത്ത് പറഞ്ഞ ഒരു ന്യായം, ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ വേണ്ടി അവർക്ക്, കാരണം 62 ലക്ഷത്തോളം ആളുകൾ സർക്കാരിന്റെ വിവിധ ക്ഷേമ പെൻഷനുകൾ സ്വീകരിച്ച് ജീവിക്കുന്നുണ്ട്. അവർക്ക് ജീവിതത്തിന് 2 അറ്റം കൂട്ടിമുട്ടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ സഹായം വേണം. അതുകൊണ്ട് അതിനെ പ്രതിപക്ഷം ഞങ്ങൾ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചില്ല. പക്ഷേ ഇന്ന് നമ്മൾ പിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 5000 കോടിയോളം രൂപ, ഓർത്തണം, 5000 കോടിയോളം രൂപയാണ് ആ ഇന്ധന സെസ് ഇനത്തിൽ മാത്രം സർക്കാരിന്റെ പോക്കറ്റിലേക്ക് പോയിരിക്കുന്നത്. അതില് എന്നിട്ടെന്താ, കഴിഞ്ഞ 5-6 മാസം 6 മാസം കിടക്കുക ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിയായിരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട ആത്മഹത്യകൾ വളരെ ദുഃഖകരമാണ്. ചക്കട്ടപ്പാറയിലെ ആ ഭിന്നശേഷിക്കാരനായ ജോസഫ് എന്ന് പറയുന്ന സഹോദരനൊക്കെ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം, അതാര് അതിന് വരുത്തി വെച്ചു? സർക്കാർ ആണ് അതിന്റെ ഉത്തരവാദി. കാരണം ഈ 5000 കോടി രൂപ ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി തിരിച്ചെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ആ പണം അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 5-6 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായിട്ടും കൊടുത്തു തീർക്കുവാനായിട്ട് കഴിയും. രണ്ടാമത് മന്ത്രി പറയുന്നു, 3 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അടുത്ത വർഷങ്ങളിൽ വരാൻ പോകുന്നത്. കേൾക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. കേരളം ഇന്നും ഒരു വ്യവസായ സൗഹൃദ, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണോ? അല്ല. കാരണം നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും ഈയിടെ വലിയ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ നടത്തിയപ്പോൾ 40,000 കോടി രൂപയാണ് അവിടേക്ക് വന്ന ഓഫറുകൾ. ഞാൻ ഗുജറാത്തിനെ ഒരിക്കലും ഇവിടെ കോട്ട് ചെയ്യുന്നില്ല, കാരണം ഗുജറാത്ത് ഒരിക്കലും മാതൃകയല്ല, മാതൃകയായി ശീലിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ നയങ്ങളൊന്നും. ഗുജറാത്തിൽ പോലും 10 ലക്ഷം കോടിയാണ് അവിടെ വന്നത്. ഞാനത് ഗുജറാത്തിനെ ഞാൻ പരാമർശിക്കുന്നില്ല, കാരണം ഗുജറാത്തിലെ വികസന കാഴ്ചപ്പാടുകളോട് കോൺഗ്രസിന് പൂർണ്ണമായും ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. പക്ഷേ തമിഴ്നാട് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുക, 40,000 കോടിയാണ് തമിഴ്നാട്ടിലേക്ക് വന്നത്. നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ എത്രയോ വിദേശ സന്ദർശനങ്ങൾ നടത്തി, എത്രയോ ഈ പറയുന്ന കേരള സദസ്സുകൾ ഇവിടെ കൂട്ടി പ്രവാസികൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ഒരു 1000 കോടിയെങ്കിലും തികച്ച് നമുക്ക് ഇവിടെ നിക്ഷേപം വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ മന്ത്രി പറയുന്നത് 2500 അല്ല 2.5 ലക്ഷം പുതിയ സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ തുടങ്ങിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതുപോലെ റെക്കോർഡാണ്, ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുകയാണ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയതിൽ. പക്ഷേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വന്നു. അതിൽ പകുതിയും വെറും കടലാസ് കമ്പനികൾ മാത്രമേ ഉള്ളൂ, ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന 3 ലക്ഷം കോടി ഒക്കെ വരുമ്പോൾ ഇപ്പോൾ എന്നോട് ചോദിച്ചു, നയപരമായ മാറ്റമല്ലേ ഒരു മാർക്സിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മാർക്സിസ്റ്റ് ഭരണകൂടം, സ്വകാര്യ മൂലധനത്തിന് എതിർത്ത മാർക്സിസ്റ്റ് ഭരണകൂടം ഇപ്പോൾ സ്വകാര്യ മൂലധനത്തിന് വേണ്ടി, സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി നിൽക്കുന്നതിനെ നമുക്ക് അനുകൂലിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ
നയങ്ങളിൽ ഉള്ള മാറ്റമല്ല പ്രകടമാകേണ്ടത്. നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, നാഷണൽ ഹൈവേ, ദേശീയപാത വികസനത്തിന് പോലും, റെയിൽവേ വികസനത്തിന് പോലും നമുക്ക് ഒരിക്കലും പിന്നെ ഒരു പരിധിക്കപ്പുറം മുന്നോട്ട് പോകാൻ നിൽക്കുന്ന സംസ്ഥാനത്ത് ഏത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ 3 ലക്ഷം കോടി രൂപ വരുമെന്നാണ് പറയുന്നത്? മറ്റൊരു കാര്യം എനിക്കോട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ബഹുമാനോട് മന്ത്രി പറയുകയാണ് കേരളത്തിൽ ഇപ്പോൾ ഒരു മാന്ദ്യം, ഇന്ത്യയിലെമ്പാടും ഒരു മാന്ദ്യം നിൽക്കുന്നു, കേരളത്തിലും ആ ഒരു മാന്ദ്യം നിലനിൽക്കുകയാണ്. അതിനെ മറികടക്കാൻ വേണ്ടി 10,000 കോടി രൂപ ലൈഫ് പദ്ധതി വഴി ഇവിടെ താഴെത്തട്ടിലേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ വരാൻ പോകുന്നു. മറ്റൊരു 3,000 കോടി കൂടെ വരാൻ പോകുന്നു, 13,000 കോടി. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്. ഞാൻ ആ പ്രഖ്യാപനം കേട്ടപ്പോൾ നമുക്ക് വലിയ വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇന്നും നമുക്കറിയാം വീടുകൾ ഇല്ലാത്ത 5 ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഈ ഭവന സൗകര്യമില്ലാത്ത, പാർപ്പിട സൗകര്യമില്ലാത്ത ആളുകൾ. അവർക്കൊക്കെ വീടുകൾ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയ ആവേശമുള്ള കാര്യമാണ്. പക്ഷെ ഈ കഴിഞ്ഞ വർഷത്തെ തന്നെ ലൈഫ് പദ്ധതി നോക്കുക. കഴിഞ്ഞ തവണ 717 കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിലെ ലൈഫ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അതില് വെറും 3.76 കോടി മാത്രമാണ് ചെലവഴിച്ചത്. അതായത് 1,41,257 വീടുകളുടെ നിർമ്മാണത്തിന് സർക്കാർ കരാറ് വെച്ചെങ്കിലും നിർമ്മാണം പൂർത്തീകരിച്ചത് എന്ന് പറയുന്നത് വെറും 15,518 വീടുകൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ മന്ത്രി പറയുന്നു 10,000 കോടി രൂപ ലൈഫ് പദ്ധതിക്ക് വേണ്ടി. എന്നിട്ട് പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ കടമെടുക്കും, ത്രിതല പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പുതിയ പദ്ധതി തയ്യാറാക്കും. ത്രിതല പഞ്ചായത്തുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. 1 ലക്ഷം രൂപ മുടക്കി ഒരു പഞ്ചായത്ത് റോഡ് പോലും റീചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇന്ന് പഞ്ചായത്തുകളുടെ മുഴുവൻ ഫണ്ടുകൾ ഇന്ന് വകമാറ്റിക്കൊണ്ടിരിക്കുക സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട്. എനിക്ക് വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം എന്നോട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതാണ്. അതായത് സംസ്ഥാന ഗവൺമെന്റ് ത്രിതല പഞ്ചായത്തുകൾക്ക് നൽകുവാനുള്ള പദ്ധതി പണം അത് രേഖകളിൽ മാത്രം, ഞങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പണം നിക്ഷേപിക്കും, പക്ഷെ നിങ്ങൾ ആ പണം പിൻവലിക്കരുത്. അപ്പോൾ നിങ്ങൾ ഉത്തരവാണ് പഞ്ചായത്തുകളുടെ അക്കൗണ്ടിലേക്ക് അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാധ്യത ഉള്ളത് കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് പണം ഇട്ടുകൊടുക്കും, പക്ഷെ പണം വിഡ്രോ ചെയ്യരുത്, രേഖകളിൽ മാത്രം. സർവകലാശാലകളുടെ ഉൾപ്പെടെ അല്ലെ ത്രിതല പഞ്ചായത്തുകൾ ഉൾപ്പെടെ തനത് ഫണ്ടുകൾ മുഴുവൻ ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് അവരുടെ ട്രഷറിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. അവിടെയാണ് പറയുന്നത് ഇനി കേരളത്തിന് ആര് കടം തരുമെന്നാ പറയുന്നത്, എവിടെ നിന്ന് കടം കിട്ടുമെന്നാ പറയുന്നത്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയൊക്കെ എത്രയോ പണ്ടേ കഴിഞ്ഞു പോയത് കൊണ്ടാണല്ലോ കേന്ദ്രം നമുക്ക് പുതിയ ഇതൊന്നും നമുക്ക് നൽകാത്തത്. എന്നിട്ട് നമ്മൾ പറയുക 10,000 കോടി രൂപ ഇനിയും നമ്മൾ കടമെടുത്ത് പല സോഴ്സിൽ നിന്ന് കടമെടുത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മറ്റൊരു 3,000 കോടിയും കൂടെ വരുമെന്ന മന്ത്രി പറയുന്നത്. എവിടെ നിന്ന് വരുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. അപ്പോൾ ഈ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു അപകടകരമായ കാര്യം കൂടി ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും മന്ത്രി ഇവിടെ പറയുണ്ടായില്ല. നമ്മുടെ നികുതി വരുമാനം ഇരട്ടിയായി എന്ന് പറയുന്ന മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൊടുത്ത റിപ്പോർട്ടിലെ കാര്യം കൂടെ അദ്ദേഹം പറയണം. 28,000 കോടിയാണ് നമ്മുടെ ഇവിടെ പിരിഞ്ഞു കിട്ടുവാനുള്ള നികുതി എന്ന് പറയുന്നത്. 56,000 കോടിയാണ് നമ്മുടെ 56,000 നിന്നും 68,000 നികുതി നമ്മുടെ വർധന ഉണ്ടായപ്പോഴും അതിനകത്ത് പിരിഞ്ഞു കിട്ടുവാനുള്ളത് എന്ന് പറയുന്നത് 28,000 കോടിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കണക്ക് പ്രകാരം നമുക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ളത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ ഏതൊക്കെയാലും ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. അത് സംസ്ഥാന ഗവൺമെന്റ് വടി കൊടുത്ത് അടിമേടിക്കുക ചെയ്തത്. കാരണം എന്താ, ഇത്രയും നാളും കേന്ദ്രത്തിനെതിരെ എന്തും വേണേ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നമ്മളെ കൊല്ലാൻ നോക്കുന്നു, കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു, നമുക്ക് ന്യായമായിട്ടൊന്നും തരാനില്ല. ഏതൊക്കെയാലും സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ പോയി ഏതെങ്കിലും കേന്ദ്ര സർക്കാർ അഫിഡവിറ്റ് കൊടുത്തു. ഇങ്ങനെ ഇനിയും സുപ്രീം കോടതിയിൽ വാദപ്രതിവാദം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സത്യാവസ്ഥ എന്താണെന്നുള്ളത് മലയാളികൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ. ആ അഫിഡവിറ്റ് ഇന്നലെ വന്നതുകൊണ്ട് അതിനകത്തൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കേരളത്തിന്റെ ഇന്നത്തെ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി എന്താണ്, കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ച്. ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ. അതായത് GDP-യുടെ 10% കൂടുതൽ പലിശ ബാധ്യത ഒരു സ്റ്റേറ്റിന് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇന്ത്യയിലെ ഉള്ള അനുശാസിക്കുന്ന ചട്ടങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ കേരളത്തിന്റെ പലിശ ബാധ്യത എത്രയെന്നറിയാവോ? 19%. നമ്മൾ ഈ പുതുതായിട്ട് വരുന്ന റവന്യൂ മൊത്തം അല്ലെ പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകം മൊത്തം എങ്ങോട്ടാ പോകുന്നറിയോ? കടത്തിന്റെയും മറ്റു ബാധ്യതകളുടെയും പലിശ കൊടുക്കലും ഒക്കെയായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതിന് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, പുതിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഇക്കോണമി വളരുന്നുണ്ട്, നമ്മുടെ നല്ലൊരു എക്കണോമിക് ഗ്രോത്ത് നമുക്കുണ്ട്, ഒരു 6%-7% സാമ്പത്തിക വളർച്ചയുണ്ട്, നികുതി പിരിവ് കൂടുന്നുണ്ട്. പക്ഷെ അതിന് ആനുപാതികമായി മറ്റ് നമുക്ക് പുതിയ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ഈ നയമാറ്റത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഇന്നത്തെ ബജറ്റിൽ എനിക്ക് വളരെ ശ്രദ്ധേയമായ
തോന്നിയ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇന്ന് കേരളം എവിടെ നിൽക്കുന്നറിയാവോ? ദേശീയ റാങ്കിങ്ങിൽ 17ാം സ്ഥാനത്താണ് ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കോവളത്ത് നടത്തിയപ്പോൾ അന്ന് ഉന്നത വിദ്യാഭ്യാസ ഇത് ചെയർമാനായിരുന്ന ടി ശ്രീനിവാസനെ അടിച്ച് താഴെയിട്ടത് ഒക്കെ മലയാളികൾ പറഞ്ഞിട്ടില്ല. SFIക്കാരും ഒക്കെ കൂടി ഈ ആഗോള വിദ്യാഭ്യാസ നിക്ഷേപ സംഗമത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ പരസ്യമായി അദ്ദേഹം ലോകം ആദരിക്കുന്ന വലിയൊരു സ്റ്റേറ്റ്സ്മാനാണ്, നയതന്ത്രജ്ഞനാണ്. ആ ടി ശ്രീനിവാസനെ അടിച്ച് താഴെയിട്ടവർ ഏതാനും വർഷങ്ങൾക്ക് ശേഷം വിദേശ സർവകലാശാലയെക്കുറിച്ചും സ്വകാര്യ മൂലധനത്തെക്കുറിച്ചും സ്വകാര്യ പങ്കാളിത്തത്തെക്കുറിച്ചും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ മാത്രമാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കണക്കിൽ മാത്രം ഒതുങ്ങുന്ന എത്രയോ പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ നടത്തി. അതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തി കയ്യടി മാത്രം നേടിയിട്ട് പോയ കാര്യം നടക്കുകയല്ലോ. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യം എത്രമാത്രം നടപ്പാക്കി എന്ന് പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ മന്ത്രി കാണിക്കണം. എന്നെ 2-3 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചോളാം. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞു 2000 കോടി രൂപ ഓപ്പൺ മാർക്കറ്റിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ വേണ്ടി 2000 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതാ. 1 രൂപയിലും ചെലവഴിച്ചില്ല എന്ന് മാത്രമല്ല, ഉണ്ടായിരുന്ന സപ്ലൈകോ പോലും തകർക്കുന്ന അവസ്ഥയുണ്ടായി. സപ്ലൈകോയിൽ കൊടുത്തുകൊണ്ടിരുന്ന 13 ഇനം ഈ നിത്യോപയോഗ സാധനങ്ങളുടെ സബ്സിഡി എടുത്തുകളയാണ് ചെയ്തത്. വിലക്കയറ്റം പിടിച്ചു നിർത്തി വരും വിലക്കയറ്റത്തിന് സഹായകരമായ കാര്യങ്ങൾ ചെയ്തത്. വീണ്ടും ഇടുക്കി പാക്കേജ്, വയനാട് പാക്കേജ്, കുട്ടനാട് പാക്കേജ് 775 കോടി രൂപ വെച്ച് 1 രൂപ പോലും ചെലവഴിച്ചില്ല എന്ന് മാത്രമല്ല, വീണ്ടും ഈ ബജറ്റിൽ തന്നെ അത് പ്രഖ്യാപിക്കുക. 2-3 വർഷമായി തുടർച്ചയായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട് ഈ പാക്കേജുകൾ 1 രൂപ പോലും അതിൻ്റെ അകത്ത് പ്രഖ്യാപിക്കുന്നില്ല. അതുപോലെ തന്നെ സ്കിൽ മേക്ക് ഇൻ കേരള പദ്ധതി 100 കോടി എവിടെ പോയി? ഒരു പ്രഖ്യാപനം കണ്ടില്ല. ഒറ്റ ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് 40,000 കോടി രൂപയുടെ ഒരു വ്യവസായ ഇടനാഴി, ഇൻഡസ്ട്രിയൽ കോറിഡോർ ഇവിടെ ഉണ്ടാക്കുമെന്ന മന്ത്രി പ്രഖ്യാപിച്ചത്. എന്നിട്ട് എവിടെ പോയി ഈ കൊറിഡോറും കാര്യങ്ങളൊക്കെ? ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ പറയുന്ന ഈ വിഴിഞ്ഞത്തെ ആ ഹാർബറുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഏതെങ്കിലും ഒരു പദ്ധതി പേര് പറയാൻ ഇവർക്ക് കഴിയും? ഒന്നും വേണ്ട. ആ വിഴിഞ്ഞത്തിന്റെ തന്നെ മുഖം മാറ്റുമെന്ന ഈ പറയുന്ന നാവായിക്കുളം വിഴിഞ്ഞം ഈ പറയുന്ന ഔട്ട്റിംഗ് ആ റോഡ്, അതിന് സ്ഥലം ഏറ്റുകൊടുക്കാൻ പോലും ഇതുവരെ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല ആ റോഡിന്. അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഈ പ്രഖ്യാപനം കൊണ്ട് പക്ഷേ സർക്കാർ കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. വരുമാനവും ചെലവും തമ്മിൽ ഒരിക്കലും ഒരു മിസ്മാച്ചിങ് ഉണ്ടാകുന്നില്ല. കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് അതിഭീകരമായ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ധനമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ മന്ത്രിമാരുടെ ചെലവൊക്കെയായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളിൽ എന്തായാലും ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ എന്തായാലും ഒരു ധാരണയിലേക്ക് എത്തുകയാണല്ലോ. ഒരിക്കലും മന്ത്രിക്ക് അത് പറഞ്ഞ ധാർമ്മികമായ അവകാശമില്ല. ഞാനിവിടെ കൃത്യമായി പറയുക, നവകേരള സദസ്സിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ അത്യാഡംബര വാഹനത്തിൽ യാത്ര ചെയ്ത് CPM സ്പോൺസർഡ് പരിപാടി അത് സർക്കാർ ചെലവിൽ നടത്തിയിട്ട് 35 ലക്ഷം രൂപ TA-യും DA-യും എഴുതി മേടിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ച് പറയുന്നത്. അവർക്ക് ധാർമ്മികമായി ഞാൻ വെല്ലുവിളിക്കുക, ഈ 6 മാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഇവിടെ ഈ ആളുകളൊക്കെ ആത്മഹത്യ ചെയ്തിട്ട് മിനിമം ആ 35 ലക്ഷം രൂപയെങ്കിലും വേണ്ടെന്ന് വെക്കാനായിട്ട് ഇവർക്ക് കഴിയാമായിരുന്നല്ലോ. CPM സ്പോൺസർ CPM-നെ വളർത്താൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സർക്കാർ ചെലവിൽ CPM സ്പോൺസർഡ് പരിപാടി നടത്തിയിട്ട് ഈ 35 ലക്ഷം രൂപ TA-യും DA-യും മേടിക്കുക എന്ന് പറയുന്നതിന്റെ ഇവരുടെ ധാർമ്മികത എവിടെ പോയി നിൽക്കുന്നു? മുഖ്യമന്ത്രിയുടെ ക്രിസ്തുമസ് ആഘോഷം മാത്രം 16 ലക്ഷം, മുറിച്ച കേക്ക് 1.5 ലക്ഷം രൂപ. വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്കെടുക്കാം എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കാരണം മന്ത്രിമാരുടെ ധൂർത്ത് അത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ആ വിഷയങ്ങളിൽ നമുക്ക് ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളൊരു കാര്യമാണ് ധനമന്ത്രി ഇന്ന് ബജറ്റ് അവതരണത്തിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമല്ലേ? നമുക്ക് ചർച്ചകളല്ല, ഇവർ നടപടികൾ എടുക്കട്ടെ. ഇവര് 1-2 നടപടികൾ എടുത്തിട്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുക, ഞങ്ങൾ വരാം, തീർച്ചയായിട്ടും ഞങ്ങൾ വരാം. പക്ഷെ ഇവര് ഒരു പ്രഹസനം ഉണ്ടാക്കിയ ഇവര് ഇതെല്ലാം ഇതുണ്ടാക്കി ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അല്ലെ കേന്ദ്രത്തിനെതിരെ സമരത്തിന് പ്രതിപക്ഷം വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ നാടകങ്ങൾ ഉണ്ടാക്കിയ ഇവിടെ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ആദ്യം തൊട്ട് എടുത്തു വരുന്ന സ്റ്റാൻഡ് എന്താ അറിയോ? കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് 10 കാരണങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരു കാരണം മാത്രമേ കേന്ദ്ര അവഗണന ഉള്ളൂ എന്ന് ഞങ്ങൾ കൃത്യമായി പറയുക. പക്ഷെ ഇവര് പറയുന്നത് മുഴുവൻ പ്രശ്നങ്ങളെ കാരണം കേന്ദ്രത്തിന്റെ അവഗണനയാണ്, ഇവരുടെ മിസ്മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ്, ഇവരുടെ സാമ്പത്തികമായിട്ടുള്ള ധൂർത്ത്, ഇവരുടെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ. എന്നിട്ട് ഇവര് പുറത്തൊരു വലിയൊരു പ്രഹസനം ഉണ്ടാക്കിയ എന്താണ്
UDF സഹകരിക്കുന്നില്ല, പ്രതിപക്ഷം സഹകരിക്കുന്നില്ല. അതുപോലെ തന്നെയാണ്. എന്നിട്ട് പറയും എന്താ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു, പ്രതിപക്ഷം വന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇവര് നടപടി എടുക്കട്ടെ. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ TADA ഇവര് ഈ പറയുന്ന ഇവർക്ക് മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എത്ര ശമ്പളം മേടിക്കുന്നുണ്ട്, അതിനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവർ മേടിക്കുന്നില്ലേ? പിന്നെ എന്തിനാണ് ഈ പറയുന്ന TADA ഈ നവകേരള സദസ്സിനുണ്ട്? ഞാൻ ഒറ്റ ഈ നവകേരള സദസ്സ് തീർച്ചയായും അങ്ങിപ്പോൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ നിയമസഭയിൽ ഉയരുമെന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിൽ എന്ത് മറുപടിയാണ് നൽകാനിരിക്കുന്നത് സർക്കാർ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യും. എന്തായാലും ബജറ്റ് അവതരണം പൂർത്തിയായിട്ടുണ്ട്. ബജറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങൾ, നിർദ്ദേശങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ഒക്കെ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും അങ്ങയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ടർ